ഇനി ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് SMA-യുടെ സിംറ്റംസിനെ പറ്റിയാണ്. SMA-യുടെ സിംറ്റംസ് പറയുമ്പോഴത്തേക്കും ബാഹ്യ ചലനങ്ങളെ ബാധിക്കുന്ന മസിൽസ് ഒക്കെയാണ് ഇതിൽ ഇൻവോൾവ് ആവുക. അതായത് കാലിലെയും ഇടുപ്പിലെയൊക്കെ മസിൽസും അതുപോലെ കയ്യിലെ മസിൽസൊക്കെയാണ് ഇൻവോൾവ് ആവുക. അതിലെ നോർമൽ ടോൺ കുറഞ്ഞ് ഒരു അയഞ്ഞു തൂങ്ങിയ ഒരു അവസ്ഥയിൽ വരും. കുഞ്ഞ് കരയുമ്പോഴത്തേക്ക് കുഞ്ഞിന് സൗണ്ട് ഉണ്ടാവില്ല, വീക്ക് ക്രൈ എന്ന് പറയും. പിന്നെ മൈൽ സ്റ്റോൺ പ്രോപ്പറായിട്ട് ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. അതായത് 3 വയസ്സ് കഴിഞ്ഞാലും കുട്ടി സ്റ്റെപ്പ് കയറുന്നില്ല, നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മാനേജ്മെൻറ്റ് ചെയ്ത് ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കാൻ കഴിയും. ഇനി അടുത്തത് പറയാനുള്ളത് റെസ്പിറേറ്ററി ഇഷ്യൂസിനെ പറ്റിയാണ്. SMA വരുമ്പോഴത്തേക്കും സ്കോളിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ വരും. സ്കോളിയോസിസ് എന്ന് പറഞ്ഞാൽ നടുവിൻ്റെ കർവാണ്. അത് കുറച്ചും കൂടെ കയറി വരുമ്പോഴത്തേക്കും ശ്വാസതടസ്സം ഉള്ള പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇതൊക്കെയാണ് SMA-യുടെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫിസിയോതെറാപ്പി എങ്ങനെ ഒരു SMA വന്ന പേഷ്യൻറ്റിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഈ മസിൽ ടോൺ കുറഞ്ഞ പേഷ്യൻസിനെ നമുക്ക് മസിൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഓരോന്ന് ചെയ്ത് മസിൽ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. കൺട്രാക്ചർ കുറയ്ക്കാൻ പറ്റും. ഇപ്പം ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വന്ന പേഷ്യൻസിന് നമുക്ക് അസിസ്റ്റഡ് കഫിങ്ങും ACBT പോലത്തെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കൊടുക്കാൻ പറ്റും. സ്കോളിയോസിസ് ഒക്കെ വന്ന പേഷ്യൻസിന് ആ കൺട്രാക്ചർ പ്രിവെൻഷൻ വേണ്ടിയിട്ട് സ്ട്രെങ്തനിങ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കൂടാതെ നമുക്ക് ഈ കണ്ടീഷനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതാണ്.